ഓം അഗത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. എന്തുകൊണ്ടാണ് കാക്കയ്ക്ക് ചോറ് കൊടുത്താൽ ശനിദോഷം മാറുമെന്ന് പറയുന്നത്? ഇത് നമുക്ക് അസ്ട്രോളജിയിൽ ഒന്ന് നോക്കാം. കാക്ക ശനിയുടെ കാരകത്വമാണ്. ഇത് മുന്നത്തെ ക്ലാസ്സിൽ ഇതിനെ പറ്റി പറഞ്ഞാണ്, ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ശനിയുടെ കാരകത്വം ആവാൻ കാരണം ക്ലീനിങ് ചെയ്യുന്നതുകൊണ്ട്. രണ്ട്, കാക്കയുടെ നിറം കറുപ്പ്. ശനിയുടെ നിറം കറുപ്പാണ്, കാക്കയുടെ നിറം കറുപ്പാണ്. രണ്ട്, ശനിയുടെ വാഹനമായിട്ട് കാക്കയെ പറയപ്പെടുന്നു. ശനിയുടെ വാഹനം അത് ചില പക്ഷികളെയും ചില മൃഗങ്ങളെയും ചില ദേവന്മാരുടെ കാരകത്വത്തിൽ പറയുന്നുണ്ട്. അതിനൊരു രഹസ്യമുണ്ട്, അത് നമുക്ക് പിന്നെ വേറൊരു ക്ലാസ്സിൽ നോക്കാം. എന്തായാലും കറുപ്പ് നിറം ശനിയുടെ കാരകത്വം, ക്ലീനിങ് ശനിയുടെ കാരകത്വം, ഇത് രണ്ടും കൂടി കൂടിയ ഒരു പക്ഷിയാണ് കാക്ക. ഇതെപ്പോഴും നമ്മൾക്ക് ക്ലീനിങ് ചെയ്ത് തരുന്നുണ്ട്, വീടും പരിസരമൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. ഇത് പ്രകൃതിയിൽ കോഎക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവികളെയും, അതായത് സസ്യജന്തു ജീവജാലങ്ങളെയൊക്കെ ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ്. എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത്, ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എവിടെ എന്തിന് ആവശ്യമുണ്ടോ ആ ആവശ്യത്തെ നിറവേറ്റാനായിട്ട് അതിന് ഉഗന്ധ മാതിരിയുള്ള ജീവജാലങ്ങൾ ക്രിയേറ്റ് ആക്കപ്പെടും. അതുകൊണ്ടാണ് ഓരോരോ നാടുകളിൽ വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസ് ഒക്കെ കാണുന്നത്. അപ്പോൾ കാക്ക പലപ്പോഴും നമ്മുടെ വിശ്വാസമാണ് പൂർവികരുടെ പുനർജന്മമാണെന്നൊക്കെ. അത് എന്താണെന്നുള്ളത് മുന്നത്തെ ക്ലാസ്സിൽ, മുന്നത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. കാക്കയ്ക്ക് നമ്മൾ അന്നം കൊടുക്കുന്നത് ശനിദോഷ ഹരമാണെന്ന് പറയുന്നു. കാക്കയ്ക്ക് അന്നം, അതായത് ആഹാരം, ഇത് സസ്യാഹാരം കൊടുക്കണമെന്നാണ് പറയുന്നത്. മത്സ്യ, മാംസം, മുട്ട മുതലായവ കൊടുക്കാതിരിക്കുക. സസ്യാഹാരം അല്ലെങ്കിൽ ചോറൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ശനിദോഷത്തെ മാറ്റും എന്ന് പറയുന്നു. അതെ, അതിനുള്ള കാരണം എന്താണ് നോക്കാം. നമ്മളിൽ ഓരോ ഗ്രഹം ആളുന്ന സമയത്ത് ഓരോ ഗ്രഹത്തിന്റെ ദോഷങ്ങളോ ഗുണങ്ങളോ നമുക്ക് കിട്ടും. അതായത് ഇപ്പോ ഒരു ദശ നമ്മളെടുത്താല്, ഒരു അപഹാരം നമ്മളെടുത്താല്, ആ അപഹാരം കുഴപ്പം പിടിച്ച ഗ്രഹത്തിന്റെ കുഴപ്പം പിടിച്ച സ്ഥാനത്ത് നിന്നുള്ള അപഹാരമാണെങ്കിൽ, ഉദാഹരണം രാഹു അപഹാരം, രാഹു 12 നിൽക്കുന്ന സമയത്തുള്ള അപഹാരം, പ്രത്യേകിച്ചും ലഗ്നം ധനുലഗ്നം ആകുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ രാഹുവിന്റെ കാരകത്വം അവിടെ നമുക്ക് കുഴപ്പമായിട്ട് വരും. ഇതുമാതിരി തന്നെ ശനിയുടെ കാരകത്വം പ്രശ്നമായിട്ട് വരുന്ന സമയങ്ങൾ ഉണ്ടാക്കാം. ഉദാഹരണം, മീനലഗ്നം ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ശനി നിൽക്കുന്ന സ്ഥാനം കുഴപ്പം പിടിച്ചൊരു സ്ഥാനത്താണെന്ന് വിചാരിക്കാം. ആ ഒരു സ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ, അതായത് മീനലഗ്നത്തിന് ചിങ്ങം എന്ന് പറയുന്ന 6ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. ഇവിടെ ശനി നിൽക്കുന്നത് പാപഗ്രഹങ്ങൾ 6ൽ ഉപജയസ്ഥാനത്ത് ബലമുണ്ടെങ്കിലും 6ൽ നിൽക്കുന്ന ശനി 12ാം ഭാവാധിപൻ ആയതുകൊണ്ട് വിപരീത രാജ്യവും ഉണ്ടെങ്കിലും 11ാം ഭാവാധിപൻ 6ൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ധനത്തെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഇങ്ങനെ നിൽക്കുന്ന ജാതകങ്ങൾ പലതും എടുത്ത് നോക്കുമ്പോൾ ആ അപഹാരത്തിൽ കഷ്ടകാലം പിടിച്ച് ഓടിയടന്ന് അസുഖങ്ങളായിട്ടൊക്കെ ഇരിക്കുന്നത് കാണാം. ആ സമയത്ത് മറ്റുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊക്കെ നോക്കണം കേട്ടോ. ആ സമയത്ത് നമ്മൾ പറയാറുണ്ട്, കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്താൽ, അല്ലെങ്കിൽ ശനിയുടെ കാരകത്വമുള്ള മറ്റുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ജീവികൾക്കോ ഗുണങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശനിദോഷം മാറുമെന്ന്. ശനിദോഷം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ? ഇതൊരു ലോജിക്കാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജ്യോതിഷന്മാരായിട്ടുള്ള നിങ്ങൾക്കോ ജ്യോതിഷം താല്പര്യമുള്ള നിങ്ങൾക്കോ തന്നെ പരിഹാരങ്ങൾ ചിലത് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾക്ക് ഉണ്ടാകുന്ന ദോഷം ഏത് ഗ്രഹത്തെ കൊണ്ടാണോ, ഇപ്പൊ നമുക്ക് ശനി ദോഷം എന്ന് പറഞ്ഞാൽ ശനി ഗ്രഹത്തെ കൊണ്ട്, അപ്പൊ ആ ദോഷം നമ്മളിൽ ഒരു റേഡിയേഷൻ പോലെ, ഗ്രഹത്തിന്റെ റേഡിയേഷൻ, പ്ലാനറ്റ് റേഡിയേഷൻ, ഇത് നമ്മളുടെ ഉച്ചയിലിരിക്കുന്ന ഗ്രഹസ്ഥാനത്തെ ബാധിച്ച്
നമ്മളിൽ രോഗങ്ങൾ വരുത്തുകയോ നമ്മളുടെ ചിന്താരീതികൾ റോങ് ആയിട്ടുള്ള തലത്തിലേക്ക് വിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ദോഷം വരികയൊക്കെ ചെയ്തേക്കാം. ഇതുമല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് വരുന്ന തരത്തിലും ഗ്രഹങ്ങൾ നമ്മൾക്ക് പണി തരും. അപ്പൊ അത്തരത്തിൽ ഗ്രഹങ്ങൾ പണി തരും എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മുൻജന്മ കർമ്മങ്ങളുടെ അനുസരിച്ചിട്ടാണ്. ശനി പോലും നമുക്ക് ഗുണം ചെയ്തേക്കാം. ജ്യോതിഷത്തില് ശനി നമുക്ക് പണി തരാനുള്ള രീതിയിലാണ് നിൽക്കണമെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു റേഡിയേഷൻ നമ്മളുണ്ടാവും. എന്തിന്റെ? ശനിയുടെ ബാഡ് റേഡിയേഷൻ നമ്മളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ റേഡിയേഷനെ കുറയ്ക്കാനായിട്ട് ഈ റേഡിയേഷൻ നമുക്ക് എങ്ങോട്ടാ കൊടുക്കാൻ പറ്റുക? ശനിയുടെ റേഡിയേഷൻ ശനി ഉള്ള വസ്തുക്കളിലേക്കോ ശനി ഉള്ള ജീവികളിലേക്കോ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്കത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും. ശനി ഉള്ള വേറൊരാൾക്ക് വേണമെങ്കിൽ ഈ റേഡിയേഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ അവന് ശനി കൂടുതൽ പിടിച്ചോളും. അവൻ ശനി നല്ല ബലമായിട്ട് ശനി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ആ റേഡിയേഷൻ, നമ്മുടെ റേഡിയേഷൻ അവൻ വലിച്ചെടുക്കും. അതുകൊണ്ടിട്ടാണ് മറ്റു ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങളെ ഊഹിച്ചോളണം, അത് ഈ കണ്ടന്റിൽ പറയുന്നില്ല എന്നുള്ളൂ. അതുകൊണ്ടാണ് പലയിടങ്ങളിലും ശനിയുടെ റേഡിയേഷൻ ഉള്ള സ്ഥലത്തൊക്കെ ആൾക്കാർ പോകുന്നത്. അപ്പൊ കാക്കയിൽ എന്തുണ്ട്? ശനിയുടെ റേഡിയേഷൻ ശക്തി ഉണ്ട്. അപ്പൊ നമ്മുടെ ബാഡ് ആയിട്ടുള്ള റേഡിയേഷൻ പവറിനെ കാക്കയ്ക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. എപ്പോഴാണ്? നമ്മളിൽ നിന്ന് വെളിത്തുടർവുണ്ടാവണം. നമ്മൾ എന്തെങ്കിലും ഒരു എനർജി, നമ്മൾ തൊടുന്ന വസ്തുവിൽ പോലും ആ ഒരു റേഡിയേഷൻ വരുന്ന, നമ്മൾ ഒരു വസ്തു കാക്കയ്ക്ക് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള റേഡിയേഷനും കൂടി ഈ എനർജിയോട് കലർന്ന് ഒരു ഫ്ലോ ഓഫ് എനർജി, അത് ശരകലയെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇത്തരത്തിലുള്ള സൂക്ഷ്മ കാര്യങ്ങൾ. സാധാരണ ഇതുപോലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് ദഹിക്കില്ല. പക്ഷെ ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ടോട്ടലി മോസ്റ്റ് ഓഫ് ദ പരിഹാരങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളവർ. അപ്പോൾ ഈ റേഡിയേഷൻ കാക്കയിലേക്ക് എത്തി കാക്ക നമ്മളുടെ ശനിദോഷത്തെ വലിച്ചെടുക്കും. ഇങ്ങനെ വലിച്ചിങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കണമല്ല, അതിന്റെ ഒരു ഫീച്ചർ അനുസരിച്ച് അതിന് ആ ഒരു എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ശക്തി ഉള്ളത് കൊണ്ട് നമ്മൾ കാക്കയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മളിൽ നിന്നൊരു ഫ്ലോയാണ് അവിടെ വരുന്നത്. നമ്മൾ തൊട്ടിട്ടുള്ള ആഹാരം വഴി അതങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു കോസ്മിക് ഫ്ലോ എന്ന് പറയും. ശരകല അറിയെങ്കിൽ അത് അറിയാൻ പറ്റുള്ളൂ. ആ കോസ്മിക് ഫ്ലോയോട് കൂടി ആ കാക്കയുടെ ശരീരത്തിൽ കാക്കയുടെ വായിലേക്ക് അന്നമായി ചെല്ലുമ്പോൾ നമ്മളിലുള്ള നെഗറ്റീവായിട്ടുള്ള ശനിയുടെ എനർജി ആ കാക്കയിലേക്ക് എത്തപ്പെടും. ഇത് കാക്കയ്ക്ക് നമ്മൾ അങ്ങാട് കൊടുക്കുന്നതുകൊണ്ടാണ് നെഗറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ശനിയുടെ എനർജി കാക്കയിലെത്തി കാക്കയിൽ അത് വലിച്ചെടുക്കപ്പെടുന്നത്. ശനി ദോഷമാണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്താൽ മതി. ശനി നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് കാക്കയ്ക്ക് അന്നമൊക്കെ കൊടുക്കാം. അപ്പോ കാക്കയ്ക്ക് അന്നം കൊടുക്കുക, കാക്കയുടെ പ്രസൻസ് നമ്മൾ നേടുക എന്നുള്ളതാണ്. കാക്ക കൂടുതലുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇരിക്കുക. പിന്നെ ശനിയുടെ എനർജി ഉള്ള സ്ഥലത്ത് നമ്മൾ പോയി ആ ശനിയുടെ ശക്തി നമ്മളിലേക്ക് എത്തിക്കുക. ഇത് ശരകല അറിയാക്കി ക്ലിയർ ആയിട്ട് അബ്സോർബ് ചെയ്യാനും ഇജക്ട് ചെയ്യാനും എനർജിയെ സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ദോഷം ഉണ്ടെങ്കിൽ അദോഷകരമായ എനർജി നമ്മളിൽ നിന്ന് പോട്ടെ, ദോഷം മാറട്ടെ. ദോഷം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി, നമ്മളിന്ന് മാറട്ടെ എന്നുള്ള വിശ്വാസപ്രകാരമാണ് കാക്കയ്ക്ക് അന്നം കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്നുള്ള ആ നെഗറ്റീവ് എനർജിയൊക്കെ കാക്കയ്ക്ക് വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അത് അവരുടെ ബോഡിക്ക് അവരുടെ എനർജി ഫീൽഡിലും ദോഷമല്ലാത്തതുകൊണ്ട് അബ്സോർബ് ചെയ്ത് അവർ പൊയ്ക്കോളും. നമ്മളുടെ ദോഷം മാറുകയും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഊഹിക്കാനായിട്ട് പറ്റും. എന്നേക്കത്തോളം എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.